ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് മത്തിയും കോവയ്ക്കായും കൂടിയുള്ള ഒരു മീൻ പീരയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കോവയ്ക്ക മീനുമായിട്ട് നല്ലവണ്ണം ചേരുന്ന ഒരു വെജിറ്റബിളാണ്. ഞാനിപ്പോൾ പീര വെച്ചിരിക്കുന്നത് കുഞ്ഞമ്മത്തിയുമായിട്ട് ചേർത്താണ് കോവയ്ക്ക പീര വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ഏത് മീനാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ കോവയ്ക്കായും ചേർത്ത് മീൻ പീര വെക്കാവുന്നതാണ്. ചോറിനും കപ്പയ്ക്കും എല്ലാം കൂട്ടി കഴിക്കാൻ നല്ലൊരു അടിപൊളി മീൻ പീരയാണ് ഇത്. 1/2 കിലോ കുഞ്ഞൻ മത്തി വെട്ടി കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ 6 കോവയ്ക്കായും എടുത്തിട്ടുണ്ട്. കോവയ്ക്ക കഴുകി എടുത്താണ്. ഇനി ഇത് അരിഞ്ഞെടുക്കാം. മീൻ പീര വെക്കുന്ന ചട്ടിയിലേക്ക് തന്നെയാണ് ഞാൻ കോവയ്ക്ക അരിഞ്ഞെടുക്കുന്നത്. 2 വശവും ചെത്തി കളഞ്ഞ ശേഷം നെടുകെ പിളർന്നിട്ട് അധികം കട്ടിയില്ലാത്ത രീതിയിൽ കോവയ്ക്ക നീളത്തിൽ മുറിച്ചെടുക്കാം. നീളമുള്ള സൈസ് കോവയ്ക്ക ആണെങ്കിൽ അത് കുറുകെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കണം. ഞാനിപ്പം വലിയ നീളമില്ലാത്ത കോവയ്ക്ക ആയതുകൊണ്ട് ആ നീളത്തിൽ തന്നെ അങ്ങ് മുറിച്ചെടുക്കുകയാണ്. മീൻ പീര വെക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരുവിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 പച്ചമുളകും 5-6 കഷ്ണം ചുവന്നുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കിയതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോകാതെ ഈ രീതിയിൽ ചതച്ചെടുക്കണം. ഇനി കോവയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് ക്ലീനാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം. അതിലേക്ക് മിക്സിയുടെ ജാറിൽ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ 3 കഷ്ണം കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലവണ്ണം കൈകൊണ്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി മീനും കോവയ്ക്കായും വെന്ത് കിട്ടുന്നതിനാവശ്യമായ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം മീനും കോവയ്ക്കായും എല്ലാം കൈകൊണ്ടേ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തട്ടിപ്പൊത്തി വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കോവയ്ക്കായും മീനും കൊണ്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു. ചട്ടി ഒരടപ്പ് കൊണ്ട് അടച്ചു കൊടുത്തിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. മീൻ വേവിക്കാൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അടപ്പ് തുറന്നൊന്ന് നോക്കാം. വെള്ളമെല്ലാം ഏകദേശം പറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് മീൻ തവി കൊണ്ട് ഇട്ട് ഇളക്കി പൊടിക്കരുത്. തവി കൊണ്ട് അവിടെ ഇവിടെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുകയേ ചെയ്യാവൂ. മൊത്തത്തിൽ മീനിട്ട് ഇളക്കാതെ ഇതുപോലെ ചെറുതായിട്ട് അവിടെ ഇവിടെയുമെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം പറ്റി കിട്ടിക്കൊള്ളും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി അടച്ചു വെച്ച് വെള്ളമെല്ലാം പറ്റുന്നിടം വരെ വേവിച്ചെടുക്കാം. ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമെല്ലാം പറ്റി കോവയ്ക്കായും മീനുമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. മീനും കോവയ്ക്കായും കൊണ്ടുള്ള ഈ വെറൈറ്റി റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എപ്പോഴും ഒരേ രീതിയിൽ തന്നെ വെച്ച് കഴിക്കുന്നതിന് പകരം ചെറിയ വ്യത്യാസത്തോടു കൂടി ഇതുപോലെ എന്തെങ്കിലും വെച്ച് കഴിക്കുമ്പോൾ നമ്മൾക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ തോന്നും. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.